ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള പുൾമിയ ഡോൾ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനെയുള്ളൊരു മോൾഡിലാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഡോൾ കേക്കിൻ്റെ മോൾഡാണ്. അപ്പോൾ ഇത് ഒരു 1.5 കിലോ കേക്ക് ബേക്ക് ചെയ്യാൻ പറ്റുന്നൊരു മോൾഡാണ്. പക്ഷേ ഞാൻ 1 കിലോ കേക്കിൻ്റെ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമ്മളെപ്പോഴും ചെയ്യാറുള്ള പോലെ നമുക്ക് ബട്ടർ പേപ്പറൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ ബട്ടർ പേപ്പറൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഒന്ന് നല്ലോണം ഓയിലോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും. പിന്നെ ഇങ്ങനെയുള്ള മോൾഡ് ഇല്ലെങ്കിൽ നോർമൽ കേക്ക് ഉണ്ടാക്കിയിട്ട് ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി കേട്ടോ. ലെയർ ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള മെഷർമെൻറ്റ് കപ്പിലാണ്. അപ്പോൾ 1/2 കപ്പും അതുപോലെ 1/4 കപ്പും ആ ഒരു രീതിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ 1/4 കപ്പ് കൊക്കോ പൗഡർ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾ ഓയിലോ അല്ലെങ്കിൽ അൺസോൾട്ടഡ് ബട്ടറൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നല്ലോണം ഇത് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഞ്ചസാര ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ എല്ലാ കേക്കിൻ്റെ റെസിപ്പിയിലും പറയാറുള്ളതാണ്. അതുപോലെ ഗ്രാനൂൾസ് ഷുഗർ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ വലിയ തരിയുള്ള ഷുഗർ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. നല്ലോണം പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പൊടിഞ്ഞു പോയാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് നമുക്ക് പാല് വേണം. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കണം. ഞാൻ ബട്ടറും കൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓയിലാണ് ചേർക്കുന്നതെങ്കിൽ 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ചൂടാക്കി എടുക്കണമെന്നില്ല. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റൂം ടെമ്പറേച്ചറിലാക്കി എടുക്കാം. അപ്പോൾ ഇപ്പോൾ 50 ഗ്രാം ബട്ടറാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ 100 ഗ്രാമിൻ്റെ നേരെ പകുതി എടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ബട്ടർ മെൽട്ടാവാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ നമുക്കിനി മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഡ്രൈ ആയിട്ടുള്ള ബൗൾ വേണം എടുക്കാനായിട്ട്. അതുപോലെ എഗ് ബീറ്ററിൻ്റെ ബ്ലേഡിലും വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അപ്പോൾ 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മുട്ട ആദ്യം ഒരു 1-2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് ക്രഷ് ചെയ്ത് വെച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിത് നന്നായി ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ച ഒരു പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റാക്കി എടുത്തതാണ്. ഇനി നമുക്കിതിലോട്ട് നേരത്തെ നമ്മൾ ചൂടാക്കിയെടുത്ത ഒരു പാൽ മിശ്രിതം
അതുപോലെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു പാലും ബട്ടറും നന്നായി ബട്ടറൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തന്നെ ഒരു 1/2 ടീസ്പൂണ് വനില എസൻസ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ രണ്ടാമത് ബാറ്ററിലോട്ട് വനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ആ ഒരു പണി ഒഴിവാക്കാം ഇതിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി നമുക്ക് എടുത്ത് വെച്ച ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. അതുപോലെ ആ ഒരു പാൽ മിശ്രിതം അതും കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പാച്ചുല കൊണ്ട് ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ, സാവധാനം. അപ്പോൾ ഞാനിത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത് വെച്ച ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസും അതുപോലെ പാൽ മിശ്രിതം ഫുള്ള് ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഒന്ന് പ്രീ ഹീറ്റാക്കാൻ വെക്കണം. ഓവനാണെങ്കിൽ ഓവന്, അല്ലെങ്കിൽ ഗ്യാസ് അടുപ്പിലാണെങ്കിൽ ആ ഒരു പാത്രം നേരത്തെ തന്നെ പ്രീ ഹീറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മോൾഡിലോട്ട് നമുക്കിനി ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാത്രം 7 മിനിറ്റോളം നന്നായി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ OTG ഓവനാണെങ്കിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ ഒന്ന് പ്രീ ഹീറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഈ ഒരു പാത്രത്തിനകത്ത് നമുക്ക് ഈ ഒരു മോൾഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കാം കേട്ടോ, ഈ ഒരു മോൾഡ് പിടിക്കുന്ന വിധത്തിലുള്ള പാത്രം വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 40-45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം. ഒരു 30 മിനിറ്റോളം തുറന്ന് നോക്കരുത്. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ തുറന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് പിങ്ക് കളറിലുള്ള ചോക്ലേറ്റ് ഗനാഷയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് കോമ്പൗണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്, വൈറ്റ് ചോക്ലേറ്റ്. അപ്പോൾ ഒരു 150 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് കളറിൽ മതി എന്നുണ്ടെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ട് എടുത്താൽ മതി. പിന്നെ നമുക്കിതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് 3/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ആ ഒരു ചോക്ലേറ്റൊക്കെ മെൽട്ടായിട്ട് കിട്ടും. പിന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്കല്ല, കണ്ടിന്യൂ തന്നെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. പിന്നെ കംപ്ലീറ്റ് ചോക്ലേറ്റ് മെൽട്ടായില്ലെങ്കിൽ കുഴപ്പമില്ല, അത് ഓഫ് ചെയ്തിട്ട് ആ ഒരു ചൂടിൽ തന്നെ അത് മെൽട്ടായിട്ട് വരും. പിന്നീടത് നമ്മൾ ഓഫ് ചെയ്ത ശേഷം ആണ് നമ്മൾ ഇതിലോട്ട് ഐസിങ് കളർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നന്നായി മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഐസിങ് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ഐസിങ് കളറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 ഡ്രോപ്സ് ചേർത്ത് കൊടുക്കാം. ഏത് കളറാണോ വേണ്ടത് ആ ഒരു കളർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പിങ്ക് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ കേക്കൊന്ന് നോക്കാം. ഞാനൊരു 30 മിനിറ്റ് ആയപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേക്കായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 45 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് ബേക്കായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതുപോലെ ഒരു സ്ക്യൂവർ ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ
ക്ലീൻ ആയിട്ട് വന്നാൽ നമുക്ക് മനസ്സിലാക്കാം ബേക്കായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ കേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചൂടാറട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ട്രോപ്പോലൈറ്റിൻ്റെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഐസ് കട്ടൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഫുള്ള് ലിക്വിഡായിട്ട് കിട്ടണമെന്നില്ല. അതുപോലെ നല്ല കോൾഡ് ഉണ്ടായിരിക്കണം, നല്ല ഫ്രീസായിട്ടുള്ള ക്രീം എടുക്കുമ്പോഴാണ് ഏറ്റവും നമുക്ക് ബീറ്റായി കിട്ടാൻ നല്ലത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായി ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ അത്ര തിന്ന് ലെയറാക്കി എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിന്ന് ലെയറാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ലെയറിലോട്ടൊക്കെ ഷുഗർ സിറപ്പും ക്രീമൊക്കെ ഇട്ട് കൊടുക്കാം. ഇതുപോലുള്ള ഐസിങ് ബാഗിലാണ് കേട്ടോ ഞാൻ ക്രീം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ നമുക്ക് ക്രീമിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്കിത് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ക്രീം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത് ഒരു 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും എന്ന രീതിയിലൊന്ന് തിളപ്പിച്ചെടുത്തതാണ്. അപ്പോൾ നല്ലോണം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ക്രീം ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മുടെ കേക്ക് ലെയർ വെക്കുക. ഒരു രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ വരുന്ന ഈ ഒരു കേക്ക് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ, അല്ലാതെ ഓപ്പോസിറ്റ് വെച്ച് കൊടുക്കണ്ട. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ടോപ്പിലുള്ള ഭാഗമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഷുഗർ സിറപ്പ് അങ്ങനെ പിടിക്കില്ല, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ ചുറ്റും ഇതുപോലെ നമ്മൾ ക്രീം ഇട്ട് കൊടുത്തിട്ട് ഒരു ക്രം കോട്ടിങ് പോലെ ആദ്യം ചെയ്തിട്ട് ഒന്ന് ഫിനിഷിങ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ കവർ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഫിനിഷിങ് ചെയ്തെടുക്കണമെന്നില്ല, ജസ്റ്റ് ക്രം കോട്ടിങ് ചെയ്താൽ മതി. പക്ഷേ നമ്മൾ ഈ ഒരു പുൾമിയപ്പ് കേക്ക് അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ചോക്ലേറ്റ് ഗനാഷ നമ്മൾ വിചാരിക്കുന്ന പോലെ കവർ ചെയ്യണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാണാൻ രസം ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്.
ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഇതുപോലുള്ള ഒരു ഡോള് കുത്തി കൊടുക്കാം ആ ഒരു സെൻറ്ററിൽ. എന്നിട്ട് നമ്മൾ ആ ഒരു ഫ്രോക്കിൻ്റെ മുകൾ ഭാഗം ഒരു ഷർട്ട് എന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് നോസിൽ ഡിസൈൻ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ആ ഒരു സ്കേർട്ടിൻ്റെ മിഡിൽ ഭാഗത്ത് ഞാൻ പിങ്ക് കളറിൽ ഡിസൈൻ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നോസിൽ ഫ്ലവർ പോലെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചുറ്റും. നമ്മൾ സാധാരണ ഡോൾ കേക്ക് ചെയ്യുമ്പോൾ ആ ഒരു രീതിയിലൊക്കെ ഡിസൈൻ ചെയ്യാറില്ലേ. പിന്നെയാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഇത് പുൾമി അപ്പ് ഡോൾ കേക്ക് ആണല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ഫ്ലവർ ഇട്ട് കൊടുക്കുമ്പോൾ ചോക്ലേറ്റ് ഗനാശ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നല്ലോ, അപ്പോൾ അത് താഴോട്ട് വരില്ല, അവിടെ സ്റ്റക്കായി പോവും. അപ്പോൾ അത് ഞാൻ പിന്നെയാണ് കേട്ടോ ഓർത്തത്. അപ്പോൾ ഷർട്ടൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതുപോലെ നമ്മൾ ക്രീം ഇടാതെ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നല്ലോ അവിടെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടെയൊക്കെ ക്രീം തന്നെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ലെവലാക്കി എടുത്തു. പിന്നെ ഇതിൻ്റെ ഒരു ബേസൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് പുൾമി അപ്പ് ചെയ്യാനുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. ഇനി ഇതിലോട്ട് ഗ്ലാസ് ഷീറ്റ് വേണം. അപ്പോൾ ഇതുപോലുള്ള ഷീറ്റ് നമുക്ക് ബുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ ഒരു ഷീറ്റ് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഗം ടേപ്പ് ഇട്ട് കൊടുക്കുക. ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ ഒട്ടും ഗ്യാപ്പ് വരാത്ത, പുറത്ത് വരാത്ത രീതിയിൽ ഗം ടേപ്പ് ആക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സ്കേർട്ട് കുറച്ചെങ്കിലും കവർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഗനാശ അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒട്ടും ടോപ്പിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് കുറേ ഗനാശ ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല, അപ്പോൾ അത്ര രസമായിട്ട് തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ഒരു സ്കേർട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ക്രീമിലോട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗനാശ ഒഴിക്കുമ്പോൾ പുറത്തോട്ട് പോവില്ല, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഗനാശ ഇതുപോലെ ഐസിങ് ബാഗിലാക്കിയിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഗനാശ നല്ലോണം തിക്കായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. നല്ലോണം ചൂടാക്കി എടുക്കണ്ട, അപ്പോൾ ക്രീമൊക്കെ ഫുള്ള് മെൽട്ടായി പോകും. ഒരു പൊടിക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഗ്ലിറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിൽവർ കളറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരു ബോക്സ്, ചെറിയൊരു ബോക്സാണ് കേട്ടോ, അത് ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക ഇതുപോലെ. അപ്പോൾ എല്ലാ കാര്യങ്ങളുമായി ഇനി നമുക്കിത് പുൾമി അപ്പ് ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പുൾമി അപ്പ് ഡോൾ കേക്ക്? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്